ദില്ലിയിൽ വായുമലിനീകരണം ഗുരുതരാവസ്ഥയിലാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400 കടന്നു. അപകടകരമായ നിലയിലാണ് കേട്ട. അയൽ സംസ്ഥാനങ്ങളിൽ കർഷകർ വ്യാപകമായി വൈക്കോൽ കത്തിക്കുന്നുണ്ട്. പഞ്ചാബിൽ മാത്രം 442 ഇടങ്ങളിൽ വൈക്കോൽ കത്തിച്ച സംഭവമുണ്ടായി. അതേസമയം ദില്ലിയിലെ വിഷപ്പുക കാഴ്ചപ്പരിധി കുറയ്ക്കുന്നുണ്ട്. പിയ സുനിൽ കാണാൻ പറ്റും, നമുക്ക് നോക്കാം. പിയ സുനിൽ വെരി ഗുഡ് മോർണിംഗ്. ഏതോ ഒരു മൂടൽ മഞ്ഞിലാണ് പിയ സുനിൽ നിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം. ഈ കാഴ്ചയൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും മൂന്നാറിലെ നല്ല മനോഹരമായ കോടമഞ്ഞാണ്. മൂന്നാറിലെ കോടമഞ്ഞൊന്നുമില്ല. മൂന്നാറിൽ 6.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൂന്നാറിൽ പോയാൽ നല്ല ക്ലൈമറ്റും നല്ല ഓക്സിജനും കിട്ടും. പക്ഷേ ഇവിടെ പാവം പിയ സുനിൽ അടക്കമുള്ളവർ ശ്വസിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പിയ സുനിൽ ഗുഡ് മോർണിംഗ്. ആ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മഞ്ഞല്ല, മൊത്തം പുകയാണ്. ഇതെങ്ങനെ ശ്വസിച്ച് ജീവിക്കുന്നു പിയ സുനിൽ? ഞാൻ ചുമക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും ഇത് മൂടൽ മഞ്ഞല്ല. ഞാൻ പറയായിരുന്നു മൂന്നാറിലൊക്കെ എന്ത് മനോഹരമായ കാഴ്ചയും അനുഭവമായിരിക്കും. ഇത് മൂടൽ മഞ്ഞല്ല, പുകയാണ്, വിഷപ്പുകയാണ്. നോക്കൂ, സൂര്യനെ പോലും മറയ്ക്കുന്ന വിഷപ്പുകയാണ്. ഇത് ശ്വസിച്ചാണ് ദില്ലിയിലെ ജീവിതം എന്നത്. നമുക്ക് കുറേ കെട്ടിടങ്ങൾ കാണാം ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ. അതൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കണം പുകയിൽ. ഇതാണ് ദില്ലിയിലെ ഒരു അന്തരീക്ഷം. ഇതുപോലെ അതിഗുരുതരമായ അവസ്ഥയിലാണ് ദില്ലി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ദില്ലിയിലെ വായുമലിനീകരണ തോത് ഗുരുതരമായി കൂടിയൊരു സാഹചര്യമാണ്. അതിന്ന് അതിനേക്കാൾ കൂടും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതാണ്ട് 400 കടന്ന ഒരവസ്ഥയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉള്ളത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കർഷകർ ഇപ്പോൾ വിളവ് കഴിഞ്ഞ് പുതിയ വിളവ് ഇറക്കാനുള്ള ഒരു സമയത്തിലേക്ക് പോകണം. അപ്പോൾ വൈക്കോലൊക്കെ തന്നെ കത്തിക്കേണ്ടത് കർഷകരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ വൈക്കോൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കർഷകർ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ഈ വൈക്കോൽ കത്തിക്കുക എന്നതാണ്. അതാണ് ഈ ഡൽഹിയിലൊക്കെ തന്നെ വായുമലിനീകരണത്തിന് പ്രധാന കാരണമെന്ന് നേരത്തെ കണ്ടെത്തുകയും സുപ്രീം കോടതിയൊക്കെ വളരെ ശക്തമായ നിർദ്ദേശം നൽകുകയും ഒക്കെ തന്നെ ചെയ്തത്. പക്ഷേ അപ്പോഴും അതൊക്കെ സജീവമായി അവിടെയൊക്കെ തന്നെ തുടരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ പഞ്ചാബിൽ നിന്ന് വന്ന റിപ്പോർട്ട് എന്നത് 442 ഇടങ്ങളിൽ വൈക്കോൽ കത്തിച്ച സംഭവം ഉണ്ടായി എന്നാണ്. അപ്പോൾ അവിടെ കത്തിക്കുന്നതിൻ്റെ പുകയൊക്കെ ഇങ്ങനെ ഡൽഹിയിലേക്ക് വരികയാണ്. മാത്രമല്ല ഇവിടുത്തെ വാഹനങ്ങളുടെ പുക. അപ്പോൾ ഇതൊക്കെ ഡൽഹിയുടെ അന്തരീക്ഷത്തെ ഇതുപോലെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി തുടരുകയാണ്. നോക്കൂ, സൂര്യനെ മറയ്ക്കുന്ന അത്രയും പുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭീകരാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇവിടെ ശ്വാസം മുട്ടുന്നു. നോക്കിയ വിഷപ്പുക നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ഇത് മൂന്നാറിലൊക്കെ ആണെങ്കിൽ സുല്ല് പറഞ്ഞതുപോലെ ഇതാണ്. സുല്ലെ അടുത്ത നാളെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് എന്തായാലും മാസ്ക് വെച്ച് റിപ്പോർട്ട് ചെയ്താൽ മതി. കാര്യം സൂക്ഷിച്ചോളൂ. ഇപ്പോൾ തന്നെ ചുമയൊക്കെ വന്നു തുടങ്ങി പിയാസുലിൽ ചുമ വന്നാൽ നമ്മൾ കുടുങ്ങും. അപ്പോൾ അത് സൂക്ഷിച്ചോളൂ പിയാസുലിൽ. ഈ കാണുന്ന ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. ഇതാണ് ദില്ലിയിലെ ഒരു അന്തരീക്ഷം. അതുകൊണ്ട് ദില്ലിയിലും ഒക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, വിനോദയാത്രയ്ക്ക് പോകുന്നവരാണെങ്കിൽ തൽക്കാലം ഈ 1-2 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളതാണ് പിയാസുലിന് നൽകുന്ന ഉപദേശം. ഈ വിഷപ്പുകയൊക്കെ നൽകട്ടെ. പക്ഷേ അവിടെയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ അപ്പുറത്തെ സ്ഥലത്തോട്ട് മാറി നിൽക്കാം. ഇതെവിടെ മാറി നിന്നാലും പുക വരുമല്ലോ.